ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ പഴയ നൈറ്റി ഉണ്ടോ, ഇത് ഒരു രസമില്ലല്ലോ കാണാനായിട്ട്. നമുക്കിതിനെ ഒരു രൂപം മാറ്റിയെടുക്കാം. ഇത് ഫ്രോക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് നമുക്ക് ആ മുകളിലത്തെ ആ പ്ലീറ്റഡ് പോർഷൻ ഉണ്ടല്ലോ, യെല്ലോ പൈപ്പിംഗ് കിടക്കുന്നത്, അത്രയും ഭാഗം നമുക്ക് വേണ്ട, അവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. വേണ്ടെന്നല്ല, നമുക്കത് സ്ലീവിന് ആവശ്യം വരും. അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അത് നാലാക്കി മടക്കി നല്ല ലെവലിന് വെക്കണം കേട്ടോ. ലെവലിന് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. പയ്യെ കട്ട് ചെയ്ത് എടുത്തത് പിന്നെ നമ്മൾ അയൺ ചെയ്തിട്ടൊക്കെ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതിനകത്തൊരു പോക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ പോക്കറ്റൊക്കെ ഞാനങ്ങനെ കീറിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് ഈ പോർഷൻ നമ്മൾ കളയരുത് കേട്ടോ. ഇതിൻ്റെ അകത്ത് സ്ലീവാണ് നമുക്ക് നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ സ്ലീവിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടത്. അതങ്ങനെ തന്നെയല്ല, നമ്മൾ സ്ലീവ് കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെ വേണം. അതിൻ്റെ കട്ടിങ് ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മൾ നാലാക്കി മടക്കി അയൺ ചെയ്തെടുക്കണം കേട്ടോ ആദ്യം തന്നെ. കാരണം അത് പഴയ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചുളുങ്ങിയാണ് ഇരിക്കുന്നത്. മീൻസ് അത്ര കട്ടിയില്ല, അതായത് സ്റ്റിഫല്ല തുണി. അപ്പോൾ നമ്മളത് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് അതിനകത്ത് പോക്കറ്റ് ഇരിക്കുന്നതിന് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ പോക്കറ്റ് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഒന്നതിന് എൻ്റെയൊക്കെ സ്റ്റിച്ചിങ് തന്നെ അത്ര ബലമില്ലാത്തവരെ തൊട്ടാൽ മതി പറഞ്ഞു പോരാനായിട്ട്. അപ്പോൾ ഞാൻ ആ പോക്കറ്റ് വേഗം തന്നെ പറിച്ച് കളഞ്ഞ് അത് എൻ്റെ ബാക്കി അയണിങ് പ്രോസസ്സിലേക്ക് കിടക്കും കേട്ടോ. അത് നന്നായിട്ട് അയൺ ചെയ്ത് വെച്ചാലാട്ടെ നമുക്ക് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ലെങ്ത് എടുക്കണം. ആ ഒരു ലെങ്ത്തേ നമുക്ക് കിട്ടുള്ളൂ. കാരണം അത് ചെറിയ നൈറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 34 എന്തോ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ മുട്ടിൻ്റെ അവിടം വരെയൊക്കെ ഉള്ള ലെങ്ത്തേ കിട്ടുള്ളൂ. നമുക്കത് മതിയല്ലോ, നമുക്ക് വീട്ടിലിടാനായിട്ടാണല്ലോ. അപ്പോൾ എൻ്റെ ഷോൾഡർ 15 ആയതുകൊണ്ട് ഞാൻ 7.5 തന്നെ എടുത്തു. ആം ഹോളിൻ്റെ അവിടെ നിന്നും 7.5 അവിടെ നിന്ന് താഴത്തോട്ട് വീണ്ടും ഒരു 7.5 തന്നെ അടയാളപ്പെടുത്തിയിട്ടോ. കാര്യമായിട്ടുള്ള മാർക്കിംഗ് ഒന്നുമല്ല, പ്രൊഫഷണൽ മാർക്കിംഗ് ഒന്നുമല്ല. എനിക്ക് എൻ്റെ മെഷർമെൻറ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളൊരു തട്ടിക്കൂട്ടിലങ്ങ് ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി ചെസ്റ്റ് ഞാൻ കുറച്ച് ലൂസ് കൂട്ടിയിട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി കട്ടിങ്ങിലേക്ക് കിടക്കുവാണേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ആ സൈഡ് കുറച്ച് ഷേപ്പിൻ്റെ അവിടെ മാത്രം കട്ട് ചെയ്ത് ലൈനായിട്ട് കിടക്കണോണ്ട് താഴെ നമുക്ക് സ്റ്റിച്ച് അഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആം ഹോളും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ ഒരു ഡാർട്ട് ഇട്ട് വെച്ചു കേട്ടോ. കാരണം സെൻറ്റർ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നെക്ക് ഞാൻ വീനെക്ക് ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ വീനെക്ക് അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വീനെക്ക് പറ്റുമല്ലോ എന്നൊക്കെ അറിയാം. അപ്പോൾ ഞാനത് സ്റ്റിഫിലാണ് കേട്ടോ നെക്ക് വെട്ടുന്നത്. എപ്പോഴും നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ സ്റ്റിഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ. നമ്മളല്ലാത്ത മെറ്റീരിയൽ മാത്രം അല്ലെങ്കിൽ അടിച്ച് മറക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്ത് അത്രയും ഫിനിഷിങ് കിട്ടത്തില്ല കേട്ടോ. എനിക്കെപ്പോഴും സ്റ്റിഫ് ചെയ്യണതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ വേറൊരു ലൈനിങ് എടുത്തിട്ട് അതിനകത്തോട്ടാട്ടോ പേസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ബാക്ക് ഞാൻ ഫ്രണ്ട് ലെങ്ത്ത് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തേക്കുന്നത് 6.5 ആണ്. പിന്നെ വൈഡ് 8 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് ഞാനൊരു 3 ഒക്കെ എടുത്തിട്ടുള്ളൂ. ബാക്ക് നോർമൽ റൗണ്ടിനൊക്കെ തന്നെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഇരിക്കുന്ന ലൈനിങ്ങിലേക്കാണ് കേട്ടോ അറ്റാച്ച് ചെയ്യുന്നത്. ഈ മെയിൻ മെറ്റീരിയൽ മജന്തയാണെങ്കിലും ലൈനിങ് മെറൂണാണ് കേട്ടോ. ഞാൻ ഉള്ളതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അതിനകത്തേക്ക് വേറെ പൈസ മുടക്കാനൊന്നും പോയില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ടിത് അയൺ ബോക്സ് നന്നായിട്ട് ചൂടാക്കിയിട്ട് അത് പ്രസ് ചെയ്ത് അതിനകത്തേക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ അതെല്ലാം കട്ട് ചെയ്ത് ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമാണ്. ആ പൈപ്പിങ്ങിൻ്റെയൊക്കെ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്റ്റിച്ച് അഴിച്ച് അത് വലിച്ചപ്പോൾ തന്നെ അതങ്ങ് ഊരിപ്പോന്നു. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ റെഡിമെയ്ഡ് സാധനത്തിൻ്റെയൊക്കെ ബലം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്ലീവ് ഞാൻ കട്ട് ചെയ്തു, രണ്ടാമത്തതും അങ്ങനെ അഴിച്ചെടുത്തു കേട്ടോ. പിന്നെ ഇതെല്ലാം രണ്ടും കൂടെ ചേർത്ത് വീണ്ടും നമ്മൾ ഇത് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുന്നതാണല്ലോ എളുപ്പം. അപ്പോൾ നന്നായിട്ട് അയൺ ചെയ്തു. അപ്പോൾ ഇത് എനിക്ക് ചെറിയ പഫ് വെക്കണം എന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ അങ്ങനെ പഫ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. വലിയ ഇറക്കമൊന്നും കിട്ടത്തില്ല, ഉള്ള ഇറക്കം വെച്ചിട്ടങ്ങ് പഫിലങ്ങ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് ഇതിലൊക്കെയല്ലേ ഇങ്ങനെ പരീക്ഷിക്കാൻ പറ്റുള്ളൂ. പൈസ കൊടുത്ത് മേടിക്കുന്ന തുണിയിൽ അങ്ങനെയൊന്നും പരീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നേരെ അത് കട്ട് ചെയ്തു. അപ്പോൾ ഒരു ഷേപ്പ് ആ പഫിൻ്റെ അവിടെ മാത്രം ഷേപ്പിലങ്ങ് കട്ട് ചെയ്തു. അത് നമ്മൾ എക്സ്ട്രാ ഒരു 2.5 ഇഞ്ചാണ് കേട്ടോ പഫിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. ബാക്കി എനിക്ക് തോന്നുന്നു ഒരു 6 or 7 എങ്ങാണ്ട് ബാക്കി ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അല്ല 6 ഇല്ല കേട്ടോ, ഒരു 6 ഉണ്ട്, 7 ഇല്ല. പിന്നെ എക്സ്ട്രാ ഒരു 2.5 ഇഞ്ച്, 6ൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 2.5 ഇഞ്ചും കൂടി ആയിട്ട് എടുത്തത്. പിന്നെ സ്ലീവിൻ്റെ എൻ്റെ ഓൾറെഡി അവിടെ മടക്കി അടിച്ചേക്കണമുണ്ട്, അതിനകത്തേക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഈ 3 പീസും കൊണ്ട് ഞാൻ നേരെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് തന്നെ സ്റ്റിഫിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് ഒന്ന് ഫോൾഡ് ചെയ്യാനുണ്ട്. ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് അത് നമ്മൾ മെയിൻ പീസിലേക്ക് ഫ്രണ്ട് പീസിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ്.
അതിനായിട്ട് നമ്മൾ ആ സൈഡിലുള്ള കുറേ എക്സസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് ഫിനിഷിങ് ചെയ്ത് വെക്കണം. അപ്പോൾ രണ്ടിൻ്റെ സ്റ്റിഫിൻ്റെയും പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ ജോലി അങ്ങനെ തീർത്ത് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്റ്റിച്ചിങ് കഴിയും കേട്ടോ. അപ്പോൾ ആദ്യം സ്റ്റിഫിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, അതിനകത്തുള്ള എക്സ്ട്രാ പീസസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ സെൻറ്റർ പാർട്ടൊന്ന് ഡാർട്ടിട്ട് വെച്ചിട്ട് നമ്മൾ തുണീൻ്റെ മെയിൻ പീസ് എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ സെൻറ്റർ ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും കൊണ്ട് നീങ്ങി പോകത്തില്ലല്ലോ. അപ്പോൾ പിന്നെ നെക്കിൽ നമ്മൾ വി ഷേപ്പിൽ തന്നെ നെക്ക് അടിച്ചിട്ട് ആ ബാക്കിയുള്ള സ്റ്റിഫ് അങ്ങ് പറിച്ച് കളഞ്ഞു. എന്നിട്ട് പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ അടിച്ച് തിരിച്ച് മറിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് വല്ലാതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കണ പോലെ തോന്നി. എന്നാൽ പിന്നെ ഓക്കെ, ഒരു ക്രീം കളർ ലേസ് ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് അറ്റാച്ച് ചെയ്തിട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്താലല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ലേസ് ഇല്ലായിരുന്നത്, ഭാഗ്യത്തിന് ഇതെന്തോ ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു, അത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ കൊള്ളാട്ടോ, എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. വീനക്ക് ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വീനക്ക് അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇനി എന്തായാലും വീനക്കിൽ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി ബാക്കിലെ നെക്കാണേ, ബാക്ക് പിന്നെ റൗണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിലെ നെക്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ മെയിൻ പണിയൊന്നുമില്ല, ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ല, ഇതിപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയും. പിന്നെ നമ്മളത് അടിച്ച് മറിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ ഷോൾഡർ ജോയിൻ ചെയ്യലാണ്. നമ്മൾ രണ്ട് പീസിൻ്റെയും നല്ല വശം വെച്ചിട്ട് നമ്മൾ ചേർത്തടിച്ചിട്ട് അത് ഷോൾഡറിങ് ജോയിൻ ചെയ്ത് വയ്ക്കുക. അതായത് സ്ട്രെയിറ്റ് അടിക്കരുത്, ആ സ്റ്റിഫ് മറച്ച് വെച്ചിട്ട് വേണം അത് അടിക്കാൻ. അപ്പോൾ അത് നമ്മൾ അടിച്ച് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഫിനിഷിംഗ് ആയിട്ടിരുന്നുള്ളൂ. അങ്ങനെ രണ്ട് ഷോൾഡറും നമ്മൾ ലോക്ക് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഇൻ്റർലോക്കിലൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സല്ലേ, വെറുതെ അത്ര ത്രെഡ് കളയണ്ടല്ലോ എന്ന് ഓർത്തു. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ സ്ലീവിൻ്റെ പരിപാടിയിലേക്കാണ്. അപ്പോൾ സ്ലീവിൽ ആ സെൻറ്ററിൽ മാത്രം കുറച്ച് പഫ്, നമ്മൾ ആ പഫിനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ടല്ലോ, ഒരു 5 പ്ലീറ്റ് എടുത്തിട്ട്, ചെറിയ പ്ലീറ്റ് 5 6 ചെറിയ പ്ലീറ്റ് ആ സെൻറ്ററിൽ മാത്രം എടുത്ത് വെച്ചു. ഇനി അത് നമ്മൾ മെയിൻ പീസിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. അതാണ് കേട്ടോ അടുത്ത പണി. അതും വലിയ പണിയൊന്നുമില്ല, ആ ഒരു അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂട്ടി അടിച്ചാൽ തന്നെ ഫ്രോക്ക് റെഡിയാണേ. അപ്പം ഞാനാണെങ്കിൽ ഒട്ടും ക്ഷമയില്ലാതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്, കാരണം ഇത് വേഗം സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ഇതൊന്ന് ഇട്ട് നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ. അത് നമ്മൾ മറ്റേ സെൻറ്റർ പാർട്ടിൽ ഡാട്ട് ഇട്ടിട്ട് സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ഞാൻ അടിച്ച് പോവാറ്. ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് അടിക്കുക, പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഫുൾ ലോക്ക് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഇനി സെൻറ്റർ മാറിപ്പോയി കഴിഞ്ഞാൽ പഫും കൂടി ആയതുകൊണ്ട് അത് സെൻറ്റർ മാറിപ്പോയി കഴിഞ്ഞാൽ നല്ല വൃത്തികേടായിരിക്കും കേട്ടോ. അപ്പോൾ പ്രൊഫഷണൽ ടൈലേഴ്സിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ഡാട്ടിട്ടൊക്കെ വെച്ച് പേൾ പിന്നൊക്കെ കുത്തി ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ അമ്മമാരുടെ പഴയ നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ നൈറ്റി സ്റ്റോക്കില്ലാത്ത വീടുകൾ ചുരുക്കമായിരിക്കും, ഇടാതെയൊക്കെ വെച്ചിരിക്കുന്നത് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണും വരെ ടാറ്റാ.